LDF റോഡ് ഷോ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? വലിയ ജനപങ്കാളിത്തം റോഡ് ഷോയ്ക്കുണ്ടോ? എന്താണ് ആവേശ പ്രതികരണം? ശ്രീജിത്ത്. ഹാഷ്മി, ഇതാ LDF റോഡ് ഷോ നിലമ്പൂർ നഗരത്തിലെത്തിയിരിക്കുകയാണ്. എം സ്വരാജ നൂറുകണക്കിന് ബൈക്കുകളുടെയും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളുടെയും DJ-യുടെയും ഒക്കെ അകമ്പടിയായി നിലമ്പൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് മുക്കട്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് എം സ്വരാജിന്റെ റോഡ് ഷോ ഇവിടേക്ക് എത്തിയത്. വഴിക്കടവിൽ നിന്നാണ് ഈ മരുത എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ റോഡ് ഷോ തുടങ്ങിയത്. അതിനുശേഷം നിരവധി കിലോമീറ്ററുകൾ പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ നമുക്ക് ആ അറ്റം അവസാനം കാണാൻ കഴിയുന്നില്ല. ഇപ്പോഴും അത് ചന്തക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം ഇപ്പോൾ എം സ്വരാജിന്റെ റോഡ് ഷോയുണ്ട്, പ്രവർത്തകരുണ്ട്. ഇനി നിലമ്പൂർ നഗരത്തിൽ നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. വലിയ ആവേശം ഉണ്ട്. PK ബിജു അടക്കമുള്ള നേതാക്കൾ ഈ വാഹനത്തിൽ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. വലിയ ആവേശത്തോടു കൂടി എം സ്വരാജ ഇതാ ജനങ്ങളെ, വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുകയാണ്. വഴിയരികിൽ മുഴുവൻ ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മുദ്രാവാക്യം വിളിച്ചും അതുപോലെയൊക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതുപോലെ ആവേശം കൊടുമുടിയോളം അല്ലേ? അതെ അതെ, ആകാശത്തോളം ഉയർന്ന ആവേശമാണ് നിലമ്പൂരിൽ കാണാനാവുന്നത്. നിലമ്പൂരിൽ ഇത്തവണ ഏറ്റവും തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് നേടിക്കൊടുക്കുമെന്ന് ഉറച്ച്. കുഞ്ഞാലിയുടെ പിന്മുറക്കാരൻ എന്നാണ് പുറകിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. കുഞ്ഞാലിയുടെ ഇളമുറക്കാരൻ പിന്മുറക്കാരൻ എന്നാണ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷക്കാരെല്ലാം കുഞ്ഞാലിയുടെ പിന്മുറക്കാരാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. വലിയ ആത്മവിശ്വാസം അല്ലേ? വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന. തീർച്ചയായും നിലമ്പൂർ പുതിയ ചരിത്രം എഴുതും. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആത്മവിശ്വാസം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ചെറിയൊരു ബ്രേക്ക് ഒക്കെ ഉണ്ടോ? തളർന്നുപോയോ? തളർന്നിട്ടില്ല. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഊർജം പ്രവർത്തകരുടെ ആവേശത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലാവരും ഉഷാറായി പോവുക. ഓക്കെ, സന്തോഷം. തീർച്ചയായും PK ബിജു കൂടി നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? എങ്ങനെയുണ്ട്? അങ്ങ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവേശം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കുന്ന ആവേശമാണ് മണ്ഡലത്തിലുടനീളം കാണാൻ കഴിയുന്നത്. ബഹുജനങ്ങളും യുവജനങ്ങളും ആകെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് വിജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പെരുമഴയത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ച. അൻവർ യഥാർത്ഥത്തിൽ UDF വോട്ടായിരിക്കും പിടിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം അതോടുകൂടി ഇരട്ടിയാവുന്ന സാഹചര്യമാണ് അൻവർ പിടിക്കുന്ന ഓരോ വോട്ടിലും ഉണ്ടാകുന്നത്. ഇതേപോലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകരുണ്ട്. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1.5 കിലോമീറ്ററോളം ദൂരത്ത് ഇതാണ് കാഴ്ച. ഒരു ചുവപ്പ് കടൽ ഇളകി വരുന്നത് പോലെ എം സ്വരാജ തന്റെ പടയാളികളെയും കൊണ്ട് നിലമ്പൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് മുദ്രാവാക്യം വിളി ഉയരുന്നുണ്ട്. കാരിരുമ്പിന്റെ കരുത്ത്, തെക്കിന്റെ കാതലുള്ള ഉറച്ച നിലപാടുള്ളവൻ എന്നൊക്കെ മുദ്രാവാക്യം ഒരു മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. സ്വാഭാവികമായി അവർക്ക് കുഞ്ഞാലിക്കു ശേഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അവരുടെ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയതാണ്. വലിയ ആവേശമുണ്ട്. ശ്രീത്ത്, ഞാൻ ഈ ഇടയ്ക്ക് ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും പറയുക, ഈ LDF UDF ഒക്കെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ബൈക്കിൽ വരുന്ന പലർക്കും ഹെൽമെറ്റ് ഇല്ല കേട്ടോ. വേണമെങ്കിൽ MVDക്ക് നോട്ടീസ് അടിച്ച് ഫൈൻ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ സമയത്ത് പറയാമോ എന്നറിയില്ല എന്ന മുഖവരയോടുകൂടി LDF UDF റോഡ് ഷോയിൽ ബൈക്കിൽ പങ്കെടുക്കുന്ന പലർക്കും ഹെൽമെറ്റ് ഇല്ല, അത് ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, MVDക്ക് വേണ്ടെങ്കിൽ ഫൈൻ അടിച്ചു കൊടുക്കാവുന്നതാണ് എന്നൊന്ന് പറഞ്ഞതാ ശ്രീത്ത്. അതെ, തീർച്ചയായും ആർക്കും ഹെൽമെറ്റ് ഒന്നുമില്ല. പക്ഷേ അതൊരു ആവേശത്തിന്റെ ഭാഗമാണ്. ഇനി അതിൽ MVD എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ വാഹനങ്ങളുടെ മുകളിലൊക്കെ ഇരുന്ന് വലിയ കാണിക്കുന്നുണ്ട്. അല്ലാത്ത തരത്തിൽ ആണെങ്കിൽ വലിയ കേസൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷേ LDF UDF എന്നല്ല, എല്ലാ മുന്നണികളും PV അൻവറിന്റെ പ്രവർത്തകരടക്കം ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഒരു ആവേശത്തിന്റെ ഒരു പരകോടിയിലേക്ക്, ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. അപ്പോൾ ആവേശത്തിന്റെ ഒരു പരകോടിയിലേക്ക് എത്തുന്ന സമയത്ത് ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതാണ് കാഴ്ച. നിലമ്പൂർ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എം സ്വരാജ് ഒരു ബ്രേക്ക് എടുക്കും. ശേഷം 4 മണിയോടുകൂടി കൂടുതൽ പ്രവർത്തകരുമായി അദ്ദേഹത്തിന് അനുവദിച്ച പ്രദേശം മഹാറാണി മേഖലയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ മേഖലയിലേക്ക് എത്തിച്ചേരും. എന്തായാലും ആവേശം പരകോടിയോളം. ഉറപ്പായും ആവേശം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ്.